കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് ഒരു രക്തസാക്ഷിയെ കിട്ടിയിരിക്കുകയാണ്. എച്ച്എമ്മിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എത്ര മധുര മനോഹരമായ തീരുമാനം. മാനേജ്മെന്റിനോട് പറഞ്ഞിരിക്കുകയാണ്, എച്ച്എമ്മിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തോണം, അല്ലെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്. ശിവൻകുട്ടി സാർ പറഞ്ഞിരിക്കുകയാണ്. എത്ര മനോഹരമായ തീരുമാനം. നമ്മുടെ KER അനുസരിച്ച്, MAR അനുസരിച്ച്, എഡ്യൂക്കേഷൻ റൂൾസ് എല്ലാം അനുസരിച്ച് കെട്ടിട സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതാരാ? എച്ച്എം ആണോ? മാനേജ്മെന്റാണ്. എച്ച്എം മാനേജ്മെന്റിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞ ആളിനാണോ കുറ്റം, അല്ലെങ്കിൽ പറയാത്ത ആളിനാണോ കുറ്റം, ചെയ്യാത്ത ആളിനാണോ കുറ്റം എന്നുള്ള വലിയ കണ്ടുപിടുത്തമാണ്. അവിടെ മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. അത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് CPM-ൻ്റെ ആണ്. ഒരു ജനകീയ സമിതി എന്നൊക്കെ പറയുന്നത് ഒരു CPM ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ സമിതിയിലുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റിന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ തല്ലുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു തിയറി. അങ്ങനെ വേണമല്ലോ. എന്തായാലും ഒരു പാവ ടീച്ചറെ നമ്മൾ രക്തസാക്ഷിയാക്കി. അങ്ങനെ അവിടെ ഇലക്ട്രിക്കൽ വിങ്ങിന് ഒരു കുഴപ്പമില്ല, ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത് കൊടുത്ത ഇലക്ട്രിസിറ്റി ബോർഡിന് കുഴപ്പമില്ല, അവിടെ ഇലക്ട്രിസിറ്റി ലൈനിന് താഴെ ഷെഡ് കെട്ടിയവർക്ക് കുഴപ്പമില്ല, അവിടെ ക്ലാസ് റൂമിൽ ഈ ബോർഡ് അടിക്കാത്തവർക്ക് കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. സേഫ്റ്റി കമ്മിറ്റി കൂടി ചായ കുടിച്ച് അണ്ടിപ്പരിപ്പ് കഴിച്ച് പിരിഞ്ഞവർക്ക് കുഴപ്പമില്ല, പഞ്ചായത്തിലെ എഞ്ചിനീയർക്ക് കുഴപ്പമില്ല, ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർക്ക് കുഴപ്പമില്ല. എല്ലാവരും കൈ കഴുകി കിട്ടിപ്പോയി. നമുക്കൊരാളെ, ഒരു ടീച്ചറെ കിട്ടി, ടീച്ചറെ ഇതാ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് അടിയന്തരമായിട്ട് തന്നെ സസ്പെൻഡ് ചെയ്ത് കളയും. കാരണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി വല്ല കോടതിയിൽ നിന്ന് അങ്ങനെ വന്നാലോ ആരെങ്കിലും പോയിട്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്ന് മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യും. ഒരു വനിതയുടെ ജോലി പോകും എന്നുള്ളതാണ് ഇപ്പം നല്ല രസകരമായ അവസാനത്തെ സീൻ. ഇനി മറ്റൊരു സീനുണ്ട്. നമ്മുടെ കുഞ്ഞുമോൻ MLA. അദ്ദേഹം ഒരു പാവമാണ്, സാധുവാണ്, നിരവധി തവണ അവിടെ ജയിച്ച MLA ആണ്, ഒരു സാധുവായ MLA ആണ്. പക്ഷെ അദ്ദേഹം എന്തൊക്കെ പറയുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ല. അദ്ദേഹം ഇന്നലെ പ്രസ് മീറ്റിലൊന്ന് പറയുന്നു, ബൈറ്റ് വേറൊന്ന് കൊടുക്കുന്നു. അദ്ദേഹം പിന്നെ പത്രക്കാരെ അല്ലാതെ കാണുമ്പോൾ വേറൊന്ന് പറയുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷണം നടത്തിയില്ല, വിട്ടുവീഴ്ച ഉണ്ട്, വിട്ടുവീഴ്ച ഇല്ല. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് വിട്ടുവീഴ്ച പറ്റിയെന്ന് ഒരിക്കൽ പറയും, സ്കൂളിനാണ് വീഴ്ച പറ്റിയെന്ന് പറയും, പിന്നെ പറയും അവർക്ക് ആർക്കും അല്ല, ടീച്ചേഴ്സിനാണ് വീഴ്ച പറ്റിയത്, അല്ല കുട്ടിക്കാണ് വീഴ്ച പറ്റിയത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും ആർക്കും വീഴ്ചയില്ല. എന്തായാലും നല്ല രസമാണ് നമ്മുടെ MLA കാര്യം. പിന്നെ MLA ഇത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യം MLA അറിയുന്നുണ്ട്. MLA ഇത് പിന്നെ ഇതും കൂടെ അറിയണ്ടേ? ഒരു പഞ്ചായത്തിൽ 4-5 സ്കൂളൊക്കെ കാണത്തുള്ളൂ MLAക്ക്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ എത്ര സ്കൂൾ വരാൻ പോലും MLA. അതൊക്കെ MLA അറിയണ്ടേ? അപ്പോൾ അതറിയാൻ പറ്റാത്തൊരു MLA, അതറിയാൻ പറ്റാത്തൊരു, ഈ അപകടത്തിൻ്റെ സാധ്യത അറിയാൻ പറ്റാത്ത ഇലക്ട്രിസിറ്റി ബോർഡ്, സാധ്യത അറിയാൻ പറ്റാത്ത മാനേജ്മെൻറ്റ്, കെട്ടിടം കെട്ടി കൊടുക്കാത്തവർ, അനധികൃതമായി കെട്ടിയവർ, അനധികൃതമായി ലൈൻ വലിച്ചവർ, എല്ലാവരും സുഖസുന്ദരമായി ഉരുങ്ങി നടക്കുന്നു, ഐസ്ക്രീം കുടിക്കുന്നു. നമ്മുടെ പാവൻ ടീച്ചർ മാത്രം രക്തസാക്ഷി. ഇങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, വീട്ടിൽ ഗൃഹനാഥനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആദ്യം ഗ്രഹനാഥൻ, പറ്റിയില്ലെങ്കിൽ ഗ്രഹനാഥ, പറ്റിയില്ലെങ്കിൽ അവിടുത്തെ മക്കൾ, ഒന്നിനെയും പറ്റിയില്ലെങ്കിൽ പട്ടിക്കോ പൂച്ചയ്ക്കോ പിടിച്ച് 2 കൊടുത്തെങ്കിലും നമ്മൾ ശിക്ഷ നടപ്പിലാക്കിയിരിക്കും. ഇതാണ് എല്ലാം ശരിയാക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ മാതൃക. കണ്ടുപഠിക്കുന്ന മക്കളെ, എത്ര മനോഹരമായ മാതൃകയാണിത്.